നമ്മളിപ്പോൾ പോത്തിന്റെ വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴിന്റെ വീഡിയോ ഇട്ടാലും ആടിന്റെ വീഡിയോ ഇട്ടാലൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് പന്നിനെ കറി വെക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അപ്പോൾ ആ പ്രശ്നം നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി പോകണം. അതെ, നമ്മൾ പന്നിനെ കറി വെക്കാനായിട്ട് ഞാൻ ചൈനയിലേക്ക് പോകണം. ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഓ, ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ. അപ്പൊ അവിടെ പോയി നമ്മൾ നല്ല മുഴുത്തൊരു പന്നിന് വാങ്ങിയിട്ട് നല്ല അടിപൊളിയായി ഗ്രില്ല് ചെയ്തിട്ട് ഞാനും കുറച്ച് കഴിച്ചു നോക്കണം എന്താ സംഭവിക്കണമെന്ന് അറിയണല്ലോ. അത് അതെ, നീ തകർക്കളിയാ. ഓൾ ദ ബെസ്റ്റ്. ഇവൻ പന്നി കഴിക്കില്ലട്ടാ, ഇവന് ഹറാമാണ്. അപ്പൊ ഇവൻ പന്നി കഴിക്കില്ല. ഞാൻ എന്തായാലും ഇത് കഴിച്ചു നോക്കും. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മുതലക്കറിട്ടാ. ഇതാ ചാക്കിലേക്ക് കൊണ്ടുവന്നിരിക്കണം നല്ലൊരു കുഞ്ഞൻ മുതല. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കുക അടിക്കണോ വേണ്ടത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ആനക്കക്ക റോസ്റ്റ്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട. അയ്യോ ഇതല്ല, ഞാൻ തെളിയിക്കാൻ വന്നത് ഇതല്ല. എടാ ഒന്ന് ശരിയാക്കണം. ഇത് കേട്ട് നോക്കണം. അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി ചൈനക്കാരന്റെ ജീവനായ ഓയിസ്റ്റർ ഗ്രില്ലിട്ടാ. ഇനിയും ഈ നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകണം. ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം, നീ വേഗം കാണിക്കേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു വെറൈറ്റി ആണ് കേട്ടാ. എന്ത് സാധനം അറിയോ? മുള. എന്റെ അമ്മൂമ്മയുടെ ഒരു പാട്ടുപട്ടി. നമ്മൾ പന്നിനെ കറി വെക്കാനായിട്ട് ഞാൻ ചൈനയിലേക്ക് പോകണം. എവിടെ? അത് ഫേക്ക്. എന്നെ തേച്ചതാണല്ലേ? ഓർക്കുമ്പോ എന്റെ തോലുരിഞ്ഞു പോവാ. അപ്പൊക്കെ തോലുരിയ നീ എന്താ വല്ല പാമ്പ് സർപ്പമറ്റാണോ? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.